ഹായ് ഓൾ, കേരള PSC മാത്തമാറ്റിക്സ് മെട്രിക്സ് ആൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈഗൺ വാല്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് പറയാനുള്ള ടോപ്പിക് ഈഗൺ വെക്ടേഴ്സ്. ഈഗൺ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക വളരെ സാധ്യത കുറവാണ്. പക്ഷേ എന്തായാലും ഈഗൺ വെക്ടേഴ്സ് എന്താണ്, ഇപ്പോൾ 2x2 മെട്രിക്സിൻ്റെ ഒക്കെ ഒരു ഈഗൺ വെക്ടർ എന്താണ് എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈഗൺ വെക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം, അതെങ്ങനെയാണ് സോൾവ് ചെയ്യാനും പഠിച്ചു വെക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഈഗൺ വെക്ടേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ്. ലെറ്റ് ലാംഡ ബി ആൻ ഈഗൺ വാല്യൂ ഓഫ് ദ സ്ക്വയർ മെട്രിക്സ് A. The non-zero vector x satisfying the vector equation Ax equal to lambda x are called eigenvectors or characteristic vectors of A corresponding to the eigenvalue lambda of A. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അതായത് ലാംഡ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ ഒരു ഈഗൺ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ Ax ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്ന വെക്ടർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ എക്സ് ഉണ്ടാവില്ല. ആ എക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാംഡയ്ക്ക്, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഈഗൺ വാല്യൂ ആയിട്ടുള്ള ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ലാംഡ എന്ന് പറയുന്നത് എയുടെ ഒരു ഈഗൺ വാല്യൂ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഈഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മളത് ചെക്ക് ചെയ്യുക? Ax ഈക്വൽ ടു ലാംഡ എക്സ് ആയി വരുന്ന എക്സുകളായിരിക്കും ലാംഡയുടെ ഈഗൺ വെക്ടർ, ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട് ശരിക്കും ലീനിയർ ആൾജിബ്രയിൽ. പക്ഷെ നമുക്കിത് ഇത്രമാത്രമൊന്നും പഠിക്കാനില്ല. നമ്മളടുത്ത് ഈഗൺ വെക്ടർ എന്താണെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഈഗൺ വെക്ടർ ശരിക്കും വെക്ടർ സ്പേസ് പറയുകയാണെങ്കിലാണ് ഈഗൺ വെക്ടേഴ്സിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ Ax ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന വെക്ടേഴ്സിനെയാണ്, അല്ലെങ്കിൽ കോളം മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മൾ പറഞ്ഞത് Ax ഈക്വൽ ടു ലാംഡ എക്സ്. ഇത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമുക്കിതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, Ax മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ. എക്സിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ നമുക്കിവിടെ A മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് എന്നാവില്ലേ, ഈക്വൽ ടു 0. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. ദറ്റ് ഈസ് A മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഇതൊരു ഹോമോജീനിയസ്, ഇതൊരു മെട്രിക്സ് ആയിരിക്കുമല്ലോ. ഇൻറ്റു എക്സ്, അതായത് ഈ ഒരു സിസ്റ്റം Bx ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നോക്കി നിങ്ങൾ, നോൺ സീറോ വെക്ടർ എക്സ് ആണ്. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോൺ സീറോ വെക്ടർ എക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബി, അതായത് A മൈനസ് ലാംഡ ഐനെ കേട്ടോ ഞാൻ ബി എന്ന് പറയുന്നത്. ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മട്ടിലാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാൻ പറ്റും, നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട്. ആ എക്സുകളാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്താവില്ല, ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നോൺ ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. അതായത് ഈ A മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിനൻ്റ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ലാംഡ എന്ന് പറയുന്നത് എയുടെ ഈഗൺ വാല്യൂ ആണെങ്കിൽ A മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ, അതായത് ലാംഡയ്ക്ക് ഏത് വാല്യൂ ആയിക്കോട്ടെ, A മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിറ്റർമിനൻറ്റ് ഓഫ് A മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0നെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പറയാം ഡിറ്റർമിനൻറ്റ് ഓഫ് A മൈനസ്, ഈ ലാംഡയുടെ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാലും 0 തന്നെയല്ലേ വരിക. അപ്പോൾ ഇതിന് ഇപ്പോഴും എന്തുണ്ടാവും, ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും ഇതിന്. ഈ എക്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദ ഈഗൺ വാല്യൂ ലാംഡ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാര്യമായിട്ടൊന്നുമില്ല, സംഭവമായിട്ടൊന്നും പഠിക്കേണ്ട. നമുക്കിതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ ഒരു 2x2 മെട്രിക്സും ഒരു 3x3 മെട്രിക്സും ഞാൻ പറയാം. പക്ഷെ നിങ്ങളോട് എന്തായാലും ഈസി ആയിട്ടുള്ളതേ ചോദിക്കുകയുള്ളൂ. കാരണം ഇതൊരു ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, നമുക്ക് അത്രയും സമയം ഉണ്ടാവില്ല ചെയ്യാൻ. അപ്പം നമുക്ക് നോക്കാം, ഒരു 2x2ൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് മെട്രിക്സ് 1 -2 -2 4. നമുക്ക് ഈഗൺ വാല്യൂസ്, ഈഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ചെയ്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഈ മെട്രിക്സിൻ്റെ ഈഗൺ വാല്യൂ ആവാൻ സാധ്യതയുള്ളത്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, നമുക്കിതിൻ്റെ ഈഗൺ വാല്യൂവിൻ്റെ ഫസ്റ്റ് നമ്മൾ ഈഗൺ വാല്യൂ കണ്ടുപിടിക്കണം. ഈഗൺ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാം ഇക്വേഷൻ ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് A ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് A ഈക്വൽ ടു 0. ഇവിടെ ലാംഡ സ്ക്വയർ മൈനസ് 4 + 1 5 ലാംഡ പ്ലസ് ഇവിടെ 4 മൈനസ് 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 5 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ലാംഡ ഈക്വൽ ടു 0 ഓർ ലാംഡ ഈക്വൽ ടു 5 എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കൊരു കാര്യം പറയാം, നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഞാനിത് റിസൾട്ടായിട്ടൊന്നും പറയുന്നില്ല. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണുള്ളതെങ്കിൽ നമുക്ക് പറയാം ഈ ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഏഗൻ വെക്ടേഴ്സ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ലാംഡ ഈക്വൽ ടു 0ക്കും അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന മെട്രിക്സിന് രണ്ട് ഏഗൻ വെക്ടേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഒരുപാട് കാര്യങ്ങൾ ഏഗൻ വെക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ലാംഡ ഈക്വൽ ടു 0 ഓർ ലാംഡ ഈക്വൽ ടു 5 എന്ന് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഇക്വേഷനാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ എഴുതി നോക്കാം. നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു ഓരോ ഏഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഏഗൻ വെക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടറാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? a മൈനസ് ലാംഡ ഐ, ശരിക്കും നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്, a മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ ലാംഡ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും? a മൈനസ് 0 ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അതായത് ഇവിടെ എന്തെങ്ങനെ വരാം? എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന മെട്രിക്സ് ഇക്വേഷനാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താ വരുന്നത്? എ എന്ന് പറയുന്ന മെട്രിക്സ് ശരിക്കും ഈ a മൈനസ് 0 ഞാൻ അങ്ങനെ തന്നെ എഴുതാം, എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോണ്ട. നമുക്ക് a മൈനസ് 0 ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 നമുക്കറിയാം. a മൈനസ് ലാംഡ ഐ എങ്ങനെ എഴുതാമെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ വരും 1 മൈനസ് 0 മൈനസ് 2 മൈനസ് 2 4 മൈനസ് 0 എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതാണ് a മൈനസ് 0 ഐ എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഈ a മൈനസ് 0 ഐ എന്ന് പറഞ്ഞ മെട്രിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് a എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെയാണ് കിട്ടുക 1 മൈനസ് മൈനസ് 2 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്? a മൈനസ് 0 ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഇതെങ്ങനെ വരാമെന്ന് പറയാം. 1 മൈനസ് 2 മൈനസ് 2 4 ഇൻറ്റു ഇവിടെ ഞാൻ എക്സ് വൈ എന്ന് കൊടുക്കുന്നു. കാരണം എക്സ് നമ്മൾ ആ വെക്ടറാണ്, ഈ എക്സ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈക്വൽ ടു 0 0. നമ്മളിതൊരു ഹോമോജീനിയസ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാനൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. സോ നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സോൾവ് ചെയ്യാം. ഇനിയിപ്പം ഇതൊന്നും നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് രണ്ടും കണ്ടോ, ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. മീൻസ് ഇതിൻ്റെ ഒരു ലീനിയർലി ഡിപ്പെൻഡൻ്റ് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, ഇതിൻ്റെ ഒരു സ്കെലാർ മൾട്ടിപ്പിൾ അല്ലേ ഇത്? അപ്പോൾ നമ്മൾ ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് സാധാരണ നമുക്ക് അറിയുന്ന പോലെ ചെയ്യാം. നമ്മളിത് എങ്ങനെയാണ് സോൾവ് ചെയ്യൽ? നമുക്കിപ്പോൾ 1 മൈനസ് 2 മൈനസ് 2 4 നമ്മളിതിനെ എന്താക്കും? എ എന്ന് പറയുന്ന മെട്രിക്സ് ആണിത്. അപ്പം നമ്മളിതിനെ ഇക്വലൻറ്റ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അപ്പോൾ 1 മൈനസ് 2 ഈ 2നെ 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് 2 പ്ലസ് 2 ചെയ്യുമ്പോൾ 0 വരും. ഇവിടെ 4 പ്ലസ് 4 ചെയ്യുമ്പോൾ 0 വരും. ഇത്രയല്ലോ, ഇത് 0 ആയിപ്പോയി. മിക്കവാറും മെട്രിക്സിൽ ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സോൾവ് ചെയ്താൽ മതി അല്ലേ? നമുക്കിതിനെ 1 മൈനസ് 2 0 0 ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു 0 0. ഇനി നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മൾ പഠിച്ചിരിക്കുന്ന എന്തോ അതിൽ വഴി തന്നെ പോയതാണ്. ഇവിടെ നമ്മൾ എക്സ് മൈനസ് 2y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി എന്നാണ് ശരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷനും 2 വേരിയബിളും ആണുള്ളത്. സോ നമുക്ക് വേണമെങ്കിൽ എക്സിന് a എന്നൊക്കെ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചിരിക്കുന്നത്. സോ ആ വഴി തന്നെ പോവാം. വേറൊരു മെത്തേഡും കൂടെ ഉണ്ടെന്ന് ഞാൻ ഡയറക്റ്റായിട്ട് പറയാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്, ഞാനിവിടെ പുട്ട് എക്സ് ഈക്വൽ ടു a. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? a മൈനസ് 2y, ഇവിടെ ഞാൻ വൈക്ക് കൊടുക്കുന്നത്, അതാണ് കുറച്ചുകൂടെ സുഖമായിട്ടുള്ളത്. y ഈക്വൽ ടു a എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 2a ഈക്വൽ ടു 0 ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 2a. അപ്പോൾ എൻ്റെ ഈ എക്സ് എന്ന് പറയുന്ന വെക്റ്റർ എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്ന വെക്റ്റർ എക്സ് വൈ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് പകരം ഞാൻ 2a എന്ന് കൊടുത്തു, വൈക്ക് പകരം ഞാൻ a എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് ഇതാണ് എൻ്റെ വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഏഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ഈ ഒരു കാര്യമാണ്. ഇതിൽ എക്ക് എന്ത് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഏഗൺ വെക്റ്റർ കിട്ടും. ഏഗൺ വെക്റ്റേഴ്സ് അതായത് ഇതിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾസ്. ഞാൻ a ഈക്വൽ ടു 1 കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താവും? 2 1 ആവും അല്ലേ? ഇതൊരു ഏഗൺ വെക്റ്ററാണ്. ഇനി a ഈക്വൽ ടു 2 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 2 എന്ന് കിട്ടും. അതും ഒരു ഏഗൺ വെക്റ്ററാണ്. ഇനി a ഈക്വൽ ടു 1/2 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. 0 കൊടുക്കരുത് കേട്ടോ, കാരണം നമ്മൾ നോൺ 0 തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു ഇവിടെ 1 വരും, ഇവിടെ 1/2 വരും. ഇതെല്ലാം ഈ ഒരു ഫോർമാറ്റിലുള്ളതെല്ലാം തന്നെ നമുക്ക് എന്താണ് തന്നിരിക്കുന്ന ലാംഡ ഈക്വൽ ടു 0യുടെ ഏഗൺ വെക്ടേഴ്സ് ആണ്.
ശരിക്കും ഇതൊരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. അതുകൊണ്ടാണ് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്ത ആളിതല്ലേ 2 1, അതായത് നോർമൽ ഫോമിൽ. ഇപ്പോൾ നമുക്ക് പറയാം 2 1 ഈസ് ദ ഏഗൻ വെക്ടർ എന്ന് പറയാം. ഇതിൻ്റെ എല്ലാ സ്കെലാർ മൾട്ടിപ്പിളും ഏഗൻ വെക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്തിന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഏഗൻ വെക്ടർ ഏത്. അപ്പം ചിലപ്പം 2 1 ഉണ്ടാവില്ല, ചിലപ്പോൾ 4 2 ആണ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് കിട്ടുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാനിവിടെ സോൾവ് ചെയ്തല്ലോ. ഞാൻ പറഞ്ഞു 2 രീതിയിൽ സോൾവ് ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വേറെ രീതിയിൽ ഈസി ആയിട്ടുള്ള സോൾവ് എങ്ങനെയാണെന്ന് പറയാം. ഇത് നമ്മൾ പഠിച്ച മെത്തേഡിൽ ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. x - 2y = 0 എന്ന് എടുത്തു. x = എന്തെഴുതാം, 2y എന്ന് എഴുതാം. എന്നിട്ട് ഈ തന്നിരിക്കുന്നതിൻ്റെ കോയിഫിഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് x/2 = ഇവിടെ 1 ആണല്ലോ കോയിഫിഷ്യൻ്റ്, അതിനെ ഞാൻ y/1 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കുന്നത്, 2 1 എന്നുള്ളതാണ് ഏഗൻ വെക്ടർ ആയിട്ട് വരിക. ഏഗൻ വെക്ടർ ഓഫ് A corresponding to the eigen value lambda = 0. അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്കെലാർ മൾട്ടിപ്പിളും വരും കേട്ടോ, ലാംഡ = 0. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ എല്ലാ ഏഗൻ വെക്ടേഴ്സ് എല്ലാ സ്കെലാർ മൾട്ടിപ്പിളും വരും എന്നും കൂടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഒന്നായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, അതായത് നമ്മളിപ്പോൾ ഒന്നിനല്ലേ സോൾവ് ചെയ്തുള്ളൂ, ലാംഡ = 0 അല്ലേ സോൾവ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മളിനി നമുക്കൊരു ഏഗൻ വെക്ടറും കൂടെ ഇല്ലേ, ഒരു ഏഗൻ വാല്യൂം കൂടെ ഇല്ലേ, ലാംഡ = 0 എടുത്തു. ലാംഡ = 5 ഒരു ഏഗൻ വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ലാംഡ = ഏതായിരുന്നു, 2 അല്ലേ പറഞ്ഞത്. ഓക്കെ, ലാംഡ = 5. എ എന്ന് പറയുന്നത് 1 - 2 - 2 4 ആണ്. ഇനി നമുക്ക് a - 5i × x = 0, അതായത് കറസ്പോണ്ടിങ് ലാംഡ = 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ മെട്രിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്യണം. a - 5i × x = 0, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 - 5 - 2 - 2 4 - 5 × xy = 0 0. അപ്പോൾ എനിക്കിവിടെ -4 - 2 - 2 - 1 × xy = 0 0 എന്ന് കിട്ടും. ഇനി നേരത്തെ ചെയ്തതുപോലെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ -4 - 2 - 2 - 1 പിന്നെ ഞാൻ ഈക്വലൻ്റ് ടു ഇവിടെ -4 - 2 ആണ്. ഇവിടെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എനിക്കിവിടെ 2 × 2 എന്ന് പറയുന്നത് 4 ആയി. 4നോട് -4നോട് -4 മൈനസ് ചെയ്താൽ 0. ഇവിടെ -2 ആവും. -2നോട് -2 മൈനസ് ചെയ്താൽ 0. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, -4 - 2 0 0 × xy = 0 0. അപ്പം ഞാനിനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇവിടെ ഞാൻ സാധാരണ പോലെ തന്നെ സോൾവ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് -4x - 2y = 0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ലീസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു +2 കൊണ്ട് -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്താ കിട്ടാം, 2x +y എന്ന് കിട്ടും അല്ലേ, = 0. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കോയിഫിഷ്യൻസിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. 2x = -y, ദറ്റ് ഈസ് x/-1 = y/2 എന്ന് കിട്ടും. അതായത് എനിക്ക് കിട്ടുന്നത് x xy എന്നാണ് നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ. സോ ഇവിടെ -1 2 എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഏഗൻ വെക്ടർ corresponding to lambda = 5. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ഏഗൻ വെക്ടേഴ്സ് ആണല്ലോ കിട്ടിയത്. ലാംഡ = 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഇതിൻ്റെ ഏതൊരു സ്കെലാർ മൾട്ടിപ്പിളും ഏഗൻ വെക്ടർ ആണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വേറെ രീതിയിൽ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഏത് സ്കെലാറും, ഈ ഒരു -1 2ൻ്റെ ഏതൊരു സ്കെലാർ മൾട്ടിപ്പിൾ എടുത്താലും അത് ഏഗൻ വെക്ടർ ആയിരിക്കും. ഇപ്പം നമ്മൾ -1 2 ഇതാട്ടോ ഉദ്ദേശിച്ചത്. x = -1 2 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതന്നെയാണ് സാധനം -2 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് -1/2 1 എന്ന് കിട്ടും. ഇതൊക്കെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ തന്നെയാണ്, ഏഗൻ വെക്ടേഴ്സ് തന്നെയാണ്. ഇൻഫൈനൈറ്റ്ലി മെനി ഏഗൻ വെക്ടേഴ്സിൻ്റെ
ശരിക്കും ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഏഗൺ വെക്ടേഴ്സ് എപ്പോഴും ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെക്ടറിൻ്റെ എല്ലാ സ്കെലാർ മൾട്ടിപ്പിളും അതിലുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഏഗൺ വെക്ടറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ളത് മാത്രം മതി. ചിലപ്പം ഓപ്ഷൻസിന് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണം, അതുണ്ടോ അതിൽ ഇതിൻ്റെ ഇല്ലയെന്ന് പറഞ്ഞ് പോകരുത്. മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. അത് വളരെ ഈസി ആയിട്ട്, അതായത് പെട്ടെന്ന് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം. എത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. രണ്ടാമത്തെ പ്രോബ്ലം -2 -1 5 4. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് ഏഗൺ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഏഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. λ² മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് λ² മൈനസ് 4 പ്ലസ് -2 എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. 2 ലാംഡ പ്ലസ് ഇവിടെ 8 പ്ലസ് 5 സോറി -8 പ്ലസ് 5 ദറ്റ് ഈസ് ഈക്വൽ ടു -3 എന്ന് വരും, ഈക്വൽ ടു 0. അതായത് λ² മൈനസ് 2 ലാംഡ മൈനസ് 3 ഈക്വൽ ടു 0. ഇവിടെ നമ്മളിതിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ λ പ്ലസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 3 ഈക്വൽ ടു 0. ഓക്കെ, അതായത് ലാംഡ ഈക്വൽ ടു -1 ലാംഡ ഈക്വൽ ടു -1 ഓർ ലാംഡ ഈക്വൽ ടു 3. ഇത് രണ്ടുമാണ് നമ്മളുടെ ഏഗൺ വാല്യൂസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ലാംഡ ഈക്വൽ ടു -1 എടുക്കുന്നു. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നു. അതായത് നമുക്ക് സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. a മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് a മൈനസ് ലാംഡയ്ക്ക് പകരം -1 ഇൻറ്റു i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അതായത് ഇത് എന്തായിട്ട് മാറി? സിംപ്ലൈസ് a പ്ലസ് i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിൽ a പ്ലസ് i എന്താണെന്ന് എഴുതാം. അതായത് a എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? -2 ആണ്, പ്ലസ് 1 വരും, പിന്നെ -1 ഇവിടെ വരുന്നത് 5 ആണ്, ഇവിടെ 4 ആണ് വരുന്നത്. സോ 4 പ്ലസ് 1 ഇൻറ്റു ഇവിടെ നമ്മൾ xy ഈക്വൽ ടു 0 0. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. -2 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഇവിടെ 5 ഇവിടെ 5. ഇനി എപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മൾ 2/2 എപ്പോഴും ഇത് രണ്ടെണ്ണം എപ്പോഴും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് സോൾവ് ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഇതിനെ 0 ആക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യത്തെ ഈ വെക്ടർ എടുത്തിട്ട് സോൾവ് ചെയ്താൽ മതി. രണ്ടും എടുക്കണ്ട, ഒന്നെടുത്താൽ മതി. കാരണം രണ്ടും ഒന്നിനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങളിതിൻ്റെ റാങ്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റോയിനെ എന്തായാലും 0 ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് ചെയ്ത് സമയം കളയണ്ട. ഓക്കെ, ഇതിന് ഈ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഉള്ള വെക്ടർ എന്താണോ അതിനെ അങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് -x - y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് -x ഈക്വൽ ടു y എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മളൊന്ന് കോഎഫിഷ്യൻസിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ x/1 ഈക്വൽ ടു y/-1 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു 1 - 1 ഈസ് ദ കറസ്പോണ്ടിങ് ഏഗൺ വെക്ടർ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഞാനൊരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഇതിന് ഞാനൊരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ x എന്തായിട്ട് മാറി? അതായത് -1 എന്ന് പറയുന്ന ഒരു -1 കൊണ്ട് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് -1 1 ആവും. ഇതും ഇതിൻ്റെ ഏഗൺ വെക്ടറാണ്. കാരണം എന്താ അറിയോ? ഇതിൻ്റെ ഏതൊരു സ്കെലാർ മൾട്ടിപ്പിളും ഇതിൻ്റെ ഏഗൺ വെക്ടർ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ, കൺഫ്യൂഷനായി പോകരുത്, മനസ്സിലാക്കിയിട്ട് പോകണം. ഓക്കെ, പിന്നെ ഏതൊരു നോൺ സീറോ റിയൽ നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതും നമ്മളുടെ സെയിം ഏഗൺ വെക്ടറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ -1 എന്ന് പറയുന്നത് ഒരു നോൺ സീറോ സ്കെലാറാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു വെക്ടറാണ് കിട്ടുക. അതും നമ്മളുടെ ഏഗൺ വെക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതാണോ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് എന്ന് നോക്കണം. ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ ചിലപ്പോൾ ഇത് ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, ഇത് ഇൻഫൈനൈറ്റ്ലി മെനി ഫോം ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യാം. ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യാൻ a - 3i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആണ് സോൾവ് ചെയ്യേണ്ടത്. നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത് -2 -3 ആൻഡ് -1. ഇവിടെ നമുക്ക് 5, ഇവിടെ നമുക്ക് 4 - 3 ഇൻറ്റു xy ഈക്വൽ ടു 0 0. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? -5 -1, ഇവിടെ 5 4 - 3 1. കണ്ടോ, ഇതിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ അല്ലേ ഇത്? ഇതിനെ എന്തായാലും നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 0 ആക്കാൻ കഴിയും. സോ xy ഈക്വൽ ടു 0 0. പിന്നെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുത്ത് മാത്രം സോൾവ് ചെയ്താൽ മതി. സോ നമുക്ക് -5x1 - y ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് -5x1 ഈക്വൽ ടു y എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x1/1 ഈക്വൽ ടു y/-5.
ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 1 മൈനസ് 5 ഇത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ eigen vector corresponding to the eigenvalue lambda equal to 3. ഓക്കെ, ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 1 -5 വന്നാലും -1 5 വന്നാലും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നാലൊന്നും കുഴപ്പമില്ല. നമ്മളിത് സോൾവ് ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബേസിസിൽ എലമെൻറ്റ് ഇതാണെന്നൊക്കെ പറയുന്നത്. നമുക്കതൊന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്, കോംപ്ലിക്കേറ്റഡ് ആക്കാത്തത്. ഓക്കെ, ഇപ്പം നമുക്കിനി 3/3യുടെയും കൂടെ നോക്കാം. 3/3യുടെ ഇതാണ് 2. 3/3 ഒക്കെ തരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു ഡയഗണൽ എൻട്രിയോ അല്ലെങ്കിൽ ഒരു ഡയഗണൽ മെട്രിക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സോ അതൊക്കെ തരുള്ളൂ. അതിനേക്കാളും കൂടുതൽ നമ്മളോട് ചോദിക്കില്ല. കാരണം എന്താ വെച്ചാൽ സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. 0 2 1 0 0 2. ഓക്കെ, അതിന് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വലിയ എക്സാമിന് പോലും ചോദിക്കാറില്ല, അതുകൊണ്ടാണ്. 2 1 0 0 2 1 0 0 2. അപ്പോൾ നമുക്കിതിനെ ലാംഡ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഈഗൺ വാല്യൂസ് എന്ത് തന്നെയാണ്? ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണല്ലേ, ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. സോ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ ഈഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2 2 2. അതായത് എല്ലാം 2 തന്നെയാണ്. അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വാല്യൂ a മൈനസ് 2i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇത്രയും പറയുന്നുള്ളൂ, കാരണം ഇത് മാത്രമാണ് നമ്മളുടെ സിലബസിലുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടാം? 2 മൈനസ് 2 1 0 0 2 മൈനസ് 2 1 0 0 2 മൈനസ് 2 ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 0. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു മെട്രിക്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0 1 0 0 0 1 0 0 0 ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 0. ഇവിടെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതിന് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് z ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ എടുത്തില്ലല്ലോ നമ്മൾ, പക്ഷേ എക്സിൻ്റെ വാല്യൂ വേണ്ടേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എക്സിന് ആർബിട്രറി വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കും. അതായത് എക്സ് ഈക്വൽ ടു സം എ എന്ന് കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഈഗൺ വെക്ടർ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എക്സ് വൈ സെഡ് എന്നല്ലേ വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? a 0 0. ഇവിടെ എ എന്ന് പറയുന്ന റിയൽ നമ്പറാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ എക്ക് 1 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബേസിസിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് 1 0 0 ഈസ് ദ ഈഗൺ വെക്ടർ കറസ്പോണ്ട്. ഇനി 2 0 0യും 3 0 0യും 5 0 0യും 100 0 0യും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്ത് തന്നെയാണ്? ഈഗൺ വെക്ടർ തന്നെയാണ്. ഇറ്റ് ഈസ് ദ ഈഗൺ വെക്ടർ corresponding to the eigenvalue lambda equal to 2. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഈഗൺ വെക്ടേഴ്സ് ആൻഡ് ഈഗൺ ഈഗൺ വെക്ടേഴ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതല്ലാത്തൊരു ഇക്വേഷനിലും കൂടെ നോക്കാം. ജസ്റ്റ് ഒരെണ്ണത്തിൻ്റെ മാത്രം പറയാം, കാരണം ഒരുപാട് സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് 1 0 മൈനസ് 1 1 2 1 2 2 3. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കിത് ഒരു 3/3 മെട്രിക്സ് ആണ്, ഒരു അപ്പർ ട്രയാങ്കുലർ അല്ല, ഒരു ഡയഗണൽ മെട്രിക്സ് അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് സോൾവ് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ട്രേസ് ഓഫ് എ എന്താണെന്ന് എഴുതാം. അതായത് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല, നമ്മൾ കണ്ടുപിടിക്കണം. 1 + 2 + 3 that is equal to 6. ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ നിങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 6 തന്നെ കിട്ടും. ഇനി നമ്മളുടെ ഇക്വേഷൻ എന്താണ്? നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? λ³ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു λ² പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് λ³ മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 6λ² പ്ലസ് m11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 - 2 4 പ്ലസ് m22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 2 5 പ്ലസ് m33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ല
ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0. അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ലാംഡ ക്യൂബ് മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ മൈനസ് 6 ഈക്വൽ ടു 0. ഇവിടെ ഏതൊക്കെയാണ് റൂട്ട് വരുന്നത്? നമുക്ക് 6ൻ്റെ ശരിക്കും ഇങ്ങനെയാണ് സോൾവ് ചെയ്യാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാണ്. 6ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? +or-1 വരും, +or-2 വരും, +or-3 വരും, +or-6 വരും. ഇതിലെ ഫാക്ടേഴ്സ് തന്നെയായിരിക്കും ഇതിൻ്റെ റൂട്ടായിട്ട് വരുന്നത്, കോംപ്ലക്സ് ഒന്നും വന്നില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെന്തായാലും റിയൽ റൂട്ട് ഉണ്ട്. ആ റിയൽ റൂട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, മസ്റ്റാണ്, ഉറപ്പാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് റിയൽ റൂട്ട് കിട്ടും. അപ്പോൾ ആ റിയൽ റൂട്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ലാംഡ ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 മൈനസ് ലാംഡ ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പോൾ 1 - 6 + 11 - 6, അപ്പോൾ നമുക്ക് 12 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ലാംഡ ഈക്വൽ ടു 1 ഈസ് എ റൂട്ട്. ഇനി നമ്മളിതിനെ ഈ ലാംഡ -1 കൊണ്ട് ഇതിന് ലാംഡ ഈക്വൽ ടു 1 ഒരു റൂട്ടാണെങ്കിൽ ലാംഡ -1 ഈക്വൽ ടു 0 ഒരു ഫാക്ടർ ആണല്ലേ, ഈസ് എ ഫാക്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന പോളിനോമിയലിനെ ലാംഡ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ അതിനുള്ള എളുപ്പ വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയും ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യുന്നുണ്ടായിരുന്നത് 1 - 6 11 - 6 അല്ലേ. നമ്മളിതിനെ എന്ത് ചെയ്യണം? 1 എഴുതണം ഇവിടെ. അപ്പോൾ നമുക്കിവിടെ 0 1 + 0 1 ആണ്. 1 × 1 1 ആണ്. -6 + 1 -5 ആണ്. 1 × -5 -5 ആണ്. 11 + -5 6 ആണ്. 1 + 6 അല്ല 1 × 6 6 ആണ്. -6 + 6 0. അപ്പോൾ ഇതൊരു ഫാക്ടറാണ്, കറക്റ്റാണ്. നമ്മൾ ഫാക്ടർ നിങ്ങൾ അങ്ങനെ ചെയ്താലും മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ലാംഡ -1 കൊണ്ട് നമുക്ക് ഈ ക്യൂബിക് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് ആണിത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഏതാണ്? ലാംഡ² - 5 ലാംഡ + 6 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ -2 × ലാംഡ -3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു 2 ഓർ ലാംഡ ഈക്വൽ ടു 3. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ലാംഡ ഈക്വൽ ടു 1 റൂട്ടാണെന്ന്. സോ ലാംഡ ഈക്വൽ ടു 1 ആൻഡ് ലാംഡ ഈക്വൽ ടു 2 ആൻഡ് ലാംഡ ഈക്വൽ ടു 3. ഓക്കെ, ഇനി നമ്മളിതിൽ ഒരെണ്ണം ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള നിങ്ങൾ ട്രൈ നോക്കിയാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. a - ലാംഡ i ഇൻറ്റു ഞാൻ ആദ്യം ലാംഡ ഈക്വൽ ടു 1 എടുത്തു. ഓക്കെ, a - ലാംഡ i ഇൻറ്റു x ഈക്വൽ ടു 0 ആണ് സോൾവ് ചെയ്യേണ്ടത്. സോ ലാംഡ 1 ആകുമ്പോൾ നമുക്ക് a - i ഇൻറ്റു x ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ a - i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 1 0 - 1 1 2 - 1 1 2 2 3 - 1 ഓക്കെ ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 0. ഇവിടെ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് 3 eigen വാല്യൂസ് ഉണ്ട്, 3 eigen വെക്ടേഴ്സ് ഉണ്ടാവും, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിരിക്കും. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ലാംഡ ഈക്വൽ ടു 2 2 2 വന്നത്, അവിടെ 3 eigen വാല്യൂസ് ഉണ്ട് ശരിക്കും. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ eigen വാല്യൂ കിട്ടിയുള്ളൂ. ചില കേസിൽ 2 ഒക്കെ കിട്ടും കേട്ടോ. അതൊന്നും നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കിയാൽ തന്നെ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഇവിടെ ശരിക്കും നമുക്ക് പറയാൻ പറ്റും 3 ഇൻഡിപെൻഡൻറ്റ് eigen വെക്ടേഴ്സ് ഉണ്ടാവുന്നത്. കാരണം 3 എണ്ണം ഡിസ്റ്റിങ്ക്റ്റ് ആണ്, 1ഉം 2ഉം 3 അല്ലേ ഇട്ടിരിക്കുന്നത്. ഡിഗ്രി സിലബസ് ആണ് ശരിക്കും ഇത്, പക്ഷേ ഇത്രയൊക്കെ മതിയാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ സിലബസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 1 2 - 1 എന്ന് പറഞ്ഞാൽ 1 1 2 2 2. ഇവിടെ നമ്മൾ എക്സ് വൈ സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു 0 0 0. ഓക്കെ, നമ്മളിതിനെ ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ശരിക്കും നമ്മളിതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. 0 0 - 1 ഇവിടെ 1 1 1 ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 0 0 എന്നാവും അല്ലേ. അതായത് ഇവിടെ 2 2 2 ആണ്. ഇതിനെ ഞാൻ വിച്ച് ഇസ് ഈക്വൽ ടു 0 0 - 1. ഇവിടെ ഞാൻ 1 1 1നോട് ഈ ഒരു ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു ഈ ഒരു റോയിനെ. എന്നിട്ട് ഞാൻ ഇതിനോട് ഈ സെക്കൻഡ് റോയോട് മൈനസ് ചെയ്തു. അപ്പോൾ എനിക്കിവിടെ 1 1 1 എന്നല്ലേ കിട്ടാം, അല്ല 1 1 1 എന്നാവും. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 0 0 എന്നാവും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ കഴിയില്ല. സോ നമ്മളിതിനെ 0 0 - 1 1 1 0 0 1 1 1 അല്ലേ 1 1 1 0 0 0 ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 0. ഓക്കെ, ഇനി നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ നോക്ക്, ഇവിടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -z ഈക്വൽ ടു 0, അതുപോലെ തന്നെ അടുത്തതിൽ x + y + z ഈക്വൽ ടു 0. ഇവിടെ z 0 ആണെന്ന് ഓൾറെഡി ഇവിടെ നമുക്ക് എന്ത് എഴുതാം, z ഈക്വൽ ടു 0 ആണെന്ന് എഴുതാം. അവിടെ നമുക്ക് എന്ത് കിട്ടും, x + y ഈക്വൽ ടു 0 എന്ന് കിട്ടും. z-ന് 0 കൊടുത്തു. ഇങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു -y എന്ന് കിട്ടും. ഞാൻ പറഞ്ഞു കോഎഫിഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് x/-1 ഈക്വൽ ടു y/1 എന്ന് കിട്ടും.
അപ്പോൾ നമ്മളുടെ ഏഗൺ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് വൈ സെഡ്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ -1, വൈ എന്ന് പറഞ്ഞാൽ 1, സെഡ് എന്ന് പറഞ്ഞാൽ 0. ഇതാണ് നമ്മളുടെ ഏഗൺ വെക്ടർ. അപ്പോൾ ഇതിനെ ഏതൊരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഏഗൺ വെക്ടർ നമുക്ക് ഓൾറെഡി കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ നോട്ട് ചെയ്യണം, നോട്ട് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ എന്താണ് ലാംഡ = 2ഉം ലാംഡ = 3ഉം ട്രൈ നോക്കുക. പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. ഞാനൊരു ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവിടെ അവൈലബിൾ ആക്കി തരാം. അതുപോലെ ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോമും കൂടെയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ നിങ്ങൾ HSC എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാവരിലേക്ക് എത്തിക്കാം. പിന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങുക, കാരണം നമ്മൾ എക്സാം അടുത്തെത്താറായി തോന്നുന്നു. ടൈം ടേബിൾ വന്നപ്പോൾ എനിക്ക് HSC വിളിച്ചതായിട്ട് കണ്ടു. അപ്പം നമ്മളുടെ എക്സാമും വൈകാതെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.